സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. എല്ലാവർക്കും നമസ്കാരം. അധ്യാത്മരാമായണം കിളിപ്പാട്ട് കിഷ്കിന്ധാകാന്ഡം ബാല്യവധം മുതൽ സുഗ്രീവ രാജ്യാഭിഷേകം വരെയുള്ള ഭാഗത്തിൻ്റെ സാരം. ശ്രീരാമൻ്റെ നിർദ്ദേശപ്രകാരം ലക്ഷ്മണൻ സുഗ്രീവനെ ഒരു പൂമാല അണിയിച്ച് സസന്തോഷം യുദ്ധത്തിനയച്ചു. ഇന്ദ്രപുത്രനായ ബാലിയെ സൂര്യപുത്രനായ സുഗ്രീവൻ വീണ്ടും പോരിന് വിളിച്ചു. കോപിഷ്ഠനായ സുഗ്രീവൻ കിഷ്കിന്ധാപുരിയുടെ വാതിൽക്കൽ ചെന്ന് സിംഹനാദം പുറപ്പെടുവിച്ചുകൊണ്ട് ക്രുദ്ധനായി പോരിന് വിളിക്കുന്നത് കേട്ട് ബാലി അത്ഭുതപ്പെട്ടു. പെട്ടെന്ന് കച്ച കെട്ടിക്കൊണ്ട് ബാലി യുദ്ധത്തിന് പുറപ്പെടാൻ തുടങ്ങിയപ്പോൾ കണ്ണീരൊഴുക്കിക്കൊണ്ട് താര ഭർത്താവിനെ തടഞ്ഞതിന് ശേഷം ഇങ്ങനെ പറഞ്ഞു: അങ്ങ് ഒന്നും സംശയിക്കാതെ യുദ്ധത്തിന് പുറപ്പെടുന്നു. എന്നാൽ എൻ്റെ മനസ്സിൽ തോന്നിയ ചില സംശയങ്ങൾ ഞാൻ പറയാം. യുദ്ധത്തിൽ തോറ്റോടിയ സുഗ്രീവൻ വീണ്ടും യുദ്ധത്തിന് വരണമെങ്കിൽ അവൻ്റെ പിന്നിൽ പരാക്രമശാലിയായ ഒരു മിത്രം സഹായിയായി ഉണ്ടായിരിക്കണം. അപ്പോൾ ബാലി പറഞ്ഞു: അല്ലയോ പ്രിയപ്പെട്ടവളെ, നീ അങ്ങനെ സംശയിക്കേണ്ട. നീ കൈവിടൂ, എന്നെ വൈകിക്കരുത്. നീ ഒരു കാര്യം മനസ്സിലാക്കണം. ആരാണ് സുഗ്രീവന് ബന്ധുവായിട്ടുള്ളത്? എന്നോട് ആർക്കും വിരോധമുണ്ടാവാൻ കാരണമില്ല. അഥവാ അവനൊരു ബന്ധു ഉണ്ടെങ്കിൽ അവനെയും ഞാൻ കൊല്ലും. ഒരു ശത്രു വീടിനടുത്ത് വന്ന് പോരിന് വിളിക്കുന്നത് കേട്ടുകൊണ്ട് ശൂരനായ പുരുഷൻ ഭീരുവിനെ പോലെ വാതിലടച്ച് ഉള്ളിലിരിക്കുമോ? ശത്രുവിനെ കൊന്നിട്ട് ഞാൻ പെട്ടെന്ന് മടങ്ങി വരും. നീ ധൈര്യമായിരിക്കൂ. അത് കേട്ട താര വീണ്ടും പറഞ്ഞു: വീരന്മാരിൽ മുമ്പനായിട്ടുള്ളവനെ, ഞാൻ പറയുന്നത് കേൾക്കുക. ഇന്നലെ എൻ്റെ മകൻ അങ്കദൻ കാട്ടിൽ നായാട്ടിന് തനിയെ പോയിരുന്നു. അപ്പോൾ അവൻ കേട്ട ഒരു വാർത്ത ഞാൻ പറയാം. അത് കേട്ടിട്ട് അങ്ങിഷ്ടം പോലെ ചെയ്യുക. അയോധ്യാധിപനായ ദശരഥന് രാമൻ എന്നു പേരായ ഒരു മകനുണ്ട്. അവൻ അനുജനായ ലക്ഷ്മണനോടും ലക്ഷ്മീദേവിക്ക് തുല്യയായ സീതയോടും കൂടി ദണ്ഡകാരണ്യത്തിൽ വന്യഭോജനവും കഴിച്ച് തപസ് ചെയ്യാനായി എത്തിയിരിക്കുന്നു. അവൻ്റെ പത്നിയെ ദുഷ്ടനായ രാവണൻ കട്ടുകൊണ്ടുപോയി. ഉടനെ സീതയെ അന്വേഷിച്ച് ശ്രീരാമൻ ലക്ഷ്മണനോടൊന്നിച്ച് ഋഷ്യമൂകാചലത്തിലെത്തി. അവിടെ വെച്ച് സൂര്യപുത്രനായ സുഗ്രീവനെ കണ്ടു. സുഖശാന്തിക്ക് വേണ്ടി പരസ്പരം മിത്രമായി കഴിയാമെന്ന് അഗ്നിസാക്ഷിയായി അവർ സത്യം ചെയ്തു. ഇന്ദ്രപുത്രനായ ബാലിയെ കൊന്ന് സൂര്യാത്മജനായ സുഗ്രീവനെ കിഷ്കിന്ധയിലെ രാജാവായി വാഴിക്കാം എന്ന് ശ്രീരാമനും വളരെ വേഗം സീതയെ അന്വേഷിച്ച് കണ്ടെത്തി ശ്രീരാമനെ വിവരമറിയിക്കാമെന്ന് സുഗ്രീവനും പരസ്പരം പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും സുഗ്രീവൻ പോരിന് വന്നിരിക്കുന്നത്. വിരോധമെല്ലാം മറന്ന് അങ്ങ് സുഗ്രീവനെ ഇളയ രാജാവായി വാഴിക്കുക. അങ്ങ് വേഗം പോയി ശ്രീരാമനെ ശരണം പ്രാപിച്ച് എന്നെയും അങ്കദനെയും രാജ്യത്തെയും എൻ്റെ വംശത്തെയും രക്ഷിക്കുക എന്ന് അപേക്ഷിക്കുക. ഇപ്രകാരം പറഞ്ഞ് കാലുപിടിച്ച് കരഞ്ഞുകൊണ്ട് നമസ്കരിക്കുന്ന താരയെ സന്തോഷപൂർവ്വം ആലിംഗനം ചെയ്തുകൊണ്ട് ബാലി പറഞ്ഞു: നീ സ്ത്രീ സ്വഭാവം കൊണ്ട് ഇങ്ങനെ പേടിക്കരുത്. എനിക്ക് ഭയമില്ല. ശ്രീരാമലക്ഷ്മണന്മാർ വന്നാൽ തീർച്ചയായും അവർ എന്നോട് ചേരും. രാമനോട് എനിക്കുള്ള സ്നേഹം മറ്റാർക്കുമില്ല. രാമൻ സാക്ഷാൽ മഹാവിഷ്ണുവാണ്. ഭൂമിയുടെ ഭാരം ഇല്ലാതാക്കാൻ വേണ്ടി നാരായണൻ ഭൂമിയിൽ അവതരിച്ചു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഭഗവാന് പക്ഷഭേദമില്ല എന്ന് തീർച്ച. നിർഗുണനും ഏകനും ആത്മാരാമനുമായ ഈശ്വരൻ്റെ പാതാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ച് താല്പര്യപൂർവ്വം ഞാൻ കൂട്ടിക്കൊണ്ടുപോരും. സുഗ്രീവനേക്കാൾ എന്നെക്കൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ ഉപകാരം ഉണ്ടാവും. തന്നെ ഭജിക്കുന്നവനെ ഭഗവാനും ഭജിക്കും. പരമാത്മാവിന് അന്യഥാഭാവമില്ല. ഭക്തി കൊണ്ട് പ്രാപിക്കാൻ കഴിയുന്നവനാണ് പരമേശ്വരൻ. എന്നോളം ഭക്തി മറ്റാർക്കും ഇല്ല. അതിനാൽ സുന്ദരിയും സൽഗുണസമ്പന്നയുമായ നീ ദുഃഖമെല്ലാം ഉപേക്ഷിച്ച് സുഖമായി വീട്ടിൽ ഇരിക്കുക. ഇങ്ങനെ ബാലി താരയെ ആസ്വദിപ്പിച്ചിട്ട് വേഗം പോരിന് സന്നദ്ധനായി. അതായത് കച്ചയൊക്കെ കെട്ടി ക്രോധത്തോടെ സുഗ്രീവനെ വധിക്കുന്നതിനായിട്ട് പുറപ്പെട്ടു. കണ്ണുനീർ പൊയ്ച്ചുകൊണ്ട് വലിയ ദുഃഖത്തോടെ താര അകത്തേക്ക് പോയി. ബാലി പല്ലുകടിച്ച് നില്ല നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാഞ്ഞു വന്നപ്പോൾ സുഗ്രീവൻ കൈ ചുരുട്ടിയിടിച്ചു. ക്രുദ്ധനായ ബാലി സുഗ്രീവനെയും മുഷ്ടി കൊണ്ട് പ്രഹരിച്ചു. കൈകാലുകൾ തമ്മിൽ കോർത്തും പരസ്പരം അടിച്ചും മുട്ടുകളും തലകളും കൊണ്ട് അന്യോന്യം ഇടിച്ചും പിടിച്ചും കടിച്ചും ശക്തിയായി വീണും ഉരുണ്ടും പിരണ്ടും കോപത്തോടെ നഖങ്ങൾ കൊണ്ട് മാന്തിയും ചാടി വീണും കൂടെ കുതിച്ചും കൈ കമത്തി തല്ലിത്തടുത്തും കൂടെ കൊടുത്തും ഓടി ഒഴിഞ്ഞും വാടി വിയർത്തും കൈകാട്ടി വിളിച്ചും കോപിച്ചെടുത്തും നല്ലവണ്ണം വിയർത്തും നാഡികൾ വീർത്തും നടത്തിയ മുഷ്ടിയുദ്ധപ്രയോഗം കൺകുളിർക്കെ കണ്ടു നിന്നവർ അവരെ പ്രശംസിച്ചു. ശ്രീ പരമേശ്വരനും കാലനും തമ്മിലുള്ള യുദ്ധം പോലും ബാലിസുഗ്രീവന്മാരുടെ യുദ്ധത്തോട് തുല്യമാവുകയില്ല എന്ന് കാണികൾക്ക് തോന്നി. രണ്ട് സമുദ്രങ്ങൾ തമ്മിൽ പൊരുന്നതുപോലെയും രണ്ട് പർവ്വതങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് പോലെയും നടന്ന
ബാലിസുഗ്രീവ യുദ്ധം കണ്ട് കാണികൾ ആർത്തു വിളിച്ച് അവരെ പ്രശംസിച്ചു. ഇരുവർക്കും ഒരു ക്ഷീണവും ഉണ്ടായില്ല. പിതാവായ ഇന്ദ്രൻ നൽകിയ മാല ബാലിയും ശ്രീരാമൻ നൽകിയ മാല സുഗ്രീവനും ധരിച്ചിരുന്നു. രണ്ടുപേർക്കും തമ്മിൽ ഒരു വ്യത്യാസവും കാണാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. എങ്കിലും സുഗ്രീവന്റെ ശരീരം കീറി മുറിഞ്ഞിരുന്നു. കൂടുതൽ ക്ഷീണവും ബാധിച്ചിരുന്നു. സുഗ്രീവൻ ദുഃഖത്തോടെ ശ്രീരാമനെ നോക്കി. ജ്യേഷ്ഠനായ ബാലിയുടെ മുഷ്ടി കൊണ്ടുള്ള ഇടിയേറ്റ് സുഗ്രീവൻ കൂടുതൽ തളർന്നു എന്ന് മനസ്സിലാക്കി അവനോട് കാരുണ്യം തോന്നിയ രാമൻ മരത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ബാലിയുടെ മാറിടം നോക്കി മാഹേന്ദ്രം എന്ന ശരം വേഗം തൊടുത്തുവിട്ടു. അമ്പു മാറിൽ തറച്ചപ്പോൾ ബാലി അലറിക്കൊണ്ട് നിലത്തു വീണു. അന്നേരം ഭൂമി ഒന്ന് കുലുങ്ങി. ഹനുമാൻ രാമനെ കൂപ്പി സ്തുതിച്ചു. അല്പനേരത്തേക്ക് ബാലി മോഹാലസ്യപ്പെട്ടുപോയി. ബോധം തെളിഞ്ഞു നോക്കിയപ്പോൾ ബാലി തൻ്റെ മുമ്പിൽ വലത് കൈയിൽ ബാണവും ഇടത് കൈയിൽ വില്ലും ആവനാഴിയും മരവുരിയും മനോഹരമായ ജടാമകുടങ്ങളും മാറിൽ വനമാലയും ധരിച്ച് നീണ്ട മനോഹരമായ കൈകളോടും കറുകപ്പുല്ലിൻ്റെ ശോഭയുള്ള ശരീരകാന്തിയോടും ഇരുവശവും ലക്ഷ്മണ സുഗ്രീവന്മാരാൽ സേവിതനായി ചെറുപുഞ്ചിരിയോടെ നിൽക്കുന്ന ശ്രീരാമനെ കണ്ടു. കോപം, സങ്കടം എന്നിവ നിറഞ്ഞ മനസ്സോടെ ബാലി ശ്രീരാമനെ നിന്ദിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ഞാൻ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത്? എന്തിനാണ് നീ എന്നെ വെറുതെ കൊന്നത്? ചോരന്മാരുടെ ധർമ്മം സ്വീകരിച്ച് രാജ്യധർമ്മം ഉപേക്ഷിച്ചത് എന്തിനാണ്? നിനക്ക് ഇതുകൊണ്ട് എന്ത് കീർത്തിയാണ് ലഭിച്ചത്? ആലോചിച്ചു നോക്കൂ. നീ രാജകുലത്തിൽ ജനിച്ചവനല്ലേ? വീരധർമ്മമനുസരിച്ച് കീർത്തി നേടാനാണെങ്കിൽ ആരായാലും നേർക്ക് നേർ പൊരുതി ജയിക്കണം. സുഗ്രീവൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്തത്? ഞാൻ എന്താണ് ചെയ്യാതിരുന്നത്? രാക്ഷസ നായകൻ അങ്ങയുടെ ഭാര്യയെ കട്ടുകൊണ്ടുപോയതിന് സുഗ്രീവനെ ശരണം പ്രാപിച്ചതുകൊണ്ടാണ് അവൻ്റെ ശത്രുവായ എന്നെ കൊന്നത് എങ്കിൽ എൻ്റെ പരാക്രമത്തെക്കുറിച്ച് അങ്ങ് കേട്ടിട്ടില്ലേ? വീരനായ എൻ്റെ കയ്യൂക്കിനെ പറ്റി അറിയാത്തവരായി മൂന്ന് ലോകത്തിലും ആരെങ്കിലും ഉണ്ടോ? ലങ്ക സ്ഥിതി ചെയ്യുന്ന ത്രികൂട പർവ്വതത്തെ ചുവടോടെ കുത്തിയെടുത്ത് രാവണനെയും പിടിച്ചുകയറ്റി അരനാഴിക നേരത്തിനകം നിന്റെ മുമ്പിൽ ഞാൻ കൊണ്ടുവയ്ക്കുമായിരുന്നു. അങ്ങ് ധർമ്മിഷ്ഠനാണ് എന്നത്രേ ലോകത്തുള്ള നിർമ്മലന്മാർ പറയുന്നത്. എന്നെ കൊന്നതിനാൽ എന്ത് ധർമ്മമാണ് അങ്ങ് നിറവേറ്റിയത്? ഒരു കാരണവുമില്ലാതെ കാട്ടാളിനെ പോലെ ഒരു കുരങ്ങനെ ചതിച്ചു കൊന്നതുകൊണ്ട് എന്തഭിമാനമാണ് അങ്ങ് നേടിയത്? വാനരമാംസം ഭക്ഷ്യയോഗ്യമല്ല. പിന്നെ എന്താണ് ഇങ്ങനെ തോന്നിയത്? ഇങ്ങനെ വളരെയധികം സംസാരിച്ച ബാലിയോട് രാമൻ ഇങ്ങനെ മറുപടി പറഞ്ഞു: ധർമ്മ സംരക്ഷണത്തിനാണ് ഞാൻ ആയുധമേന്തി എല്ലായിടത്തും നടക്കുന്നത്. പാപിയും അധർമ്മിഷ്ഠനുമായി നിന്റെ പാപം നശിപ്പിച്ച് ധർമ്മം സംരക്ഷിക്കാനാണ് നിന്നെ ഞാൻ വധിച്ചത്. മോഹബദ്ധനാകയാൽ നീ നിന്നെ അറിഞ്ഞില്ല. പുത്രി, സഹോദരി, സഹോദര ഭാര്യ, പുത്രഭാര്യ, അമ്മ എന്നിവർ തുല്യരാണെന്നത്രേ വേദവാക്യം. മോഹത്തോടെ ഇവരിൽ ആരെയെങ്കിലും പരിഗ്രഹിക്കുന്നവൻ പാപികളുടെ കൂട്ടത്തിൽ മഹാപാപിയാണ്. തന്മൂലം അവർക്ക് ദുഃഖമുണ്ടാകും. മര്യാദയില്ലാതെ നടക്കുന്നവരെ വധിച്ച് ശൂരന്മാരായ രാജാക്കന്മാർ ധർമ്മം നിലനിർത്തുമെന്ന് പരിശുദ്ധാത്മാവായ നീ ചിന്തിക്കണം. ലോകം പരിശുദ്ധമാക്കാൻ വേണ്ടി ലോകപാലകന്മാർ എല്ലായിടവും സഞ്ചരിക്കും. അക്കാര്യം മനസ്സിലാക്കാതെ അതിരുവിട്ട് വളരെയധികം സംസാരിച്ചാൽ പാപികളുടെ പാപം ഒന്നുകൂടി വർദ്ധിക്കും. ശ്രീരാമന്റെ ഈ വാക്കുകൾ കേട്ട് ബാലിക്ക് മനഃശുദ്ധി കൈവന്നു. മുമ്പിൽ നിൽക്കുന്ന രാമൻ സാക്ഷാൽ മഹാവിഷ്ണു തന്നെ എന്നറിഞ്ഞതോടെ തമോ ഗുണമകന്ന ബാലി ഭക്തിപൂർവ്വം നമസ്കരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: എൻ്റെ അപരാധം പൊറുക്കണം. ശ്രീരാമ, മഹാഭാഗ, രാഘവ, അങ്ങ് മഹാവിഷ്ണു തന്നെയാണ്. ഇതറിയാതെ ഞാൻ പറഞ്ഞതെല്ലാം കാരുണ്യപൂർവ്വം അവിടുന്ന് ക്ഷമിക്കണം. അങ്ങയുടെ ശരമേറ്റ് അവിടുത്തെ സമീപത്ത് വെച്ച് തന്നെ അങ്ങയുടെ തിരുവുടൽ കണ്ടുകൊണ്ട് മരിക്കാൻ ഇടവന്നത് എൻ്റെ മഹാഭാഗ്യം നിമിത്തമാണ്. ശ്രീപതി, മഹായോഗിമാർക്ക് പോലും ദുർലഭമായിട്ട് മാത്രമേ അങ്ങയുടെ ദർശനം ലഭിക്കൂ. മരണസമയത്ത് ദുഃഖത്തോടെ അവിടുത്തെ തിരുനാമം ജപിക്കുന്നവർക്ക് മോക്ഷം ലഭിക്കും. അതിനാൽ ഭഗവാനായ അങ്ങയെ മുന്നിൽ കണ്ടുകൊണ്ട് അവിടുത്തെ അമ്പേറ്റ് മരിക്കാൻ എനിക്ക് ഇടവന്നത് എൻ്റെ ഭാഗ്യാതിരേകം നിമിത്തമാണ്. ഈ ഭാഗ്യം മറ്റു പലർക്കും കിട്ടുന്നതാണോ? അങ്ങ് മഹാവിഷ്ണുവും സീതാദേവി ഭൂമാതാവായ മഹാലക്ഷ്മിയുമാണ്. ബ്രഹ്മാവ് പണ്ട് അപേക്ഷിച്ചതിനാൽ രാവണ നിഗ്രഹത്തിനായി അവിടുന്ന് ദശരഥപുത്രനായി അവതരിച്ചതാണ് എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അങ്ങയുടെ ലോക